നമ്മുടെ ഇന്നത്തെ കഥാനായകൻ ഇവനാണ് കേട്ടോ. ഇനി എനിക്ക് കിട്ടിയത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ്. ഇവൻ്റെ പേര് ഷാർപ്പെക്സ് 360 ഡിഗ്രി റൊട്ടേഷൻ ബ്ലേഡ് മാനുവൽ ഗ്രാസ് ഹെഡ്ജ് ഷിയേഴ്സ് എന്നാണ് കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ടൂൾസായ ഒരു കത്രിക എന്ന് തന്നെ പറയാം. ഇവനെ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പുല്ല്, ചെറിയ ചെടികൾ ഇവയുടെയൊക്കെ എഡ്ജ് വെട്ടാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ഒരു ഗാർഡനിൽ ഗ്രാസ് ഇങ്ങനെ വളർന്ന് നിൽക്കുവാണ് കേട്ടോ. ഇപ്പോഴത്തെ പാമ്പിൻ്റെ ശല്യത്തിന് നമ്മളിത് നോക്കണമല്ലോ. ഇങ്ങനെ കിടന്ന നമ്മുടെ ഗാർഡൻ ആയിരുന്നു കേട്ടോ. നല്ല വേനലായിരുന്നു. അപ്പം നമ്മളിതാ ഈ ഒരു പച്ചനെറ്റ് വലിച്ച് കെട്ടിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലതായിട്ട് വളരാൻ തുടങ്ങിയേ. അതൊന്ന് വെട്ടി ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്രിക. കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാനിത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുകൊണ്ട് ഞാൻ ഈ പുല്ല് ഫുള്ളായിട്ടും അങ്ങ് വെട്ടാമെന്ന് ഓർത്തു കേട്ടോ. പക്ഷെ നല്ല മൂർച്ചയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റുമോ. ഞാൻ പുല്ല് വെട്ടുന്ന മെഷീൻസൊക്കെ നോക്കിയായിരുന്നു. അത് നല്ല കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം നമുക്ക് വൈദ്യുതി ഉപയോഗം വേണ്ടതുമാണല്ലോ. ഇതാകുമ്പോഴത്തേക്കും വൈദ്യുതിയുടെ ഉപയോഗവും ഇല്ല, മാനുവലായിട്ട് നമുക്ക് യൂസും ചെയ്യാം. കയ്യിൽ നന്നായിട്ട് പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് 360 ഡിഗ്രി തിരിയുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും അത് വെട്ടിയെടുക്കാവേ. നല്ല വൃത്തിയായിട്ട് നമുക്ക് വെട്ടി അങ്ങ് പുല്ലെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ മഴയാകുമ്പോഴത്തേക്കും നന്നായിട്ട് കിളുത്ത് വന്നോളൂല്ലോ. പക്ഷേ ഇത് നന്നായിട്ട് കയറി വന്നുകൊണ്ട് ഇതിനകത്തൊരു പാമ്പ് കിടന്നാൽ പോലും നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇത് വാർത്ത മുഴുവൻ പാമ്പിനെ പറ്റി ആയതുകൊണ്ട് നല്ല ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ നടക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതുകൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാലില്ലേ, നമുക്ക് വീട്ടിൽ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇവൻ നല്ലതാണ് കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് നല്ല മൂർച്ചയുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വെട്ടാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പ്രധാനമായിട്ടും കൈ പിടിച്ച് നമുക്ക് ഇത് വെട്ടിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ വൈദ്യുതി വേണ്ട. അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. വീട്ടിൽ ചെറിയ തോട്ടമുള്ളവർക്കും ദിവസേന ലൈറ്റ് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവരില്ലേ, അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകരിക്കുവേ. ഇവൻ്റെ വിലയെന്ന് പറയുന്നത് 900 സംതിങ് രൂപയാണ് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഇവനുണ്ട്. എന്തായാലും അടിപൊളി ഒരു പ്രോഡക്റ്റാണെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് ഇതുകൊണ്ട് നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റിയായിരുന്നു. നല്ല വേനൽ വന്നപ്പോഴത്തേക്കും നന്നായിട്ട് കരിഞ്ഞു പോയായിരുന്നു ഈ പുല്ല് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരിക്കലും കയറ്റിയെടുക്കാൻ പറ്റുമെന്ന്. കാരണം നമുക്ക് വെള്ളത്തിന് കുറച്ച് പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ ഓർത്ത് നന്നായിട്ട് പോയെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെയാണ് പച്ചനെറ്റ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കുറച്ച് അതിൻ്റെ മുകളിലോട്ട് മറ്റൊരു നെറ്റിൻ്റെ ഒരു പച്ച കളറിലൊരു നെറ്റാണ് കേട്ടോ. അത് വാങ്ങി ഇങ്ങനെ കെട്ടി കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു തണൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് പിന്നെ അത് കയറി വന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത്രയും നശിച്ചു പോയ പുല്ല് ഇത്രയൊക്കെ കയറി വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നേ. അപ്പോൾ നന്നായിട്ട് വളർന്നുകൊണ്ടാണ് നമ്മളിത് വെട്ടാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇപ്പോൾ ഒത്തിരി രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തപ്പിയെടുത്തത് കേട്ടോ. പക്ഷെ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. അതായത് ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ വീഡിയോ നോക്കിയാൽ നല്ലതായിട്ട് വെട്ടാൻ പറ്റി കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയാലും വെള്ളമൊക്കെ വീണ് മഴയൊക്കെ പെയ്ത് സാധാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് തന്നെ കയറി വന്നോളും. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് കയറി കിടന്നാലും നമുക്കറിയാൻ പറ്റുമല്ലോ. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. ഇഷ്ടമായാൽ വാങ്ങി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.